ഹായ് ഫ്രണ്ട്സ്, ഞാനിന്ന് ചെയ്യാൻ പോകുന്നത് വളരെ രുചികരമായ ഒരു വെണ്ടയ്ക്ക തൊക്കാണ്. എന്നിട്ട് ഞാൻ വെണ്ടയ്ക്ക കഴുകി വൃത്തിയാക്കി എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വെണ്ടയ്ക്കയെല്ലാം ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞെടുക്കണം. ഇനി ഒരു പാനിൽ നമുക്ക് കുറച്ച് എണ്ണ ചൂടാക്കാൻ വയ്ക്കാം. എണ്ണ ചൂടായാൽ ഉടൻ തന്നെ നമുക്ക് അരിഞ്ഞ് മാറ്റി വെച്ചിരിക്കുന്ന വെണ്ടയ്ക്ക കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം. കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഇതെല്ലാം ഒന്ന് പൊരിച്ചെടുക്കണം. എല്ലാ വശവും ഒരുപോലെ ഫ്രൈ ആവുന്നത് വരെ നമുക്ക് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ കഷ്ണങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇതൊന്ന് മാറ്റി വെച്ചേക്കാം. ഇനി നമുക്കൊരു പാനിൽ എണ്ണ ഒഴിച്ച ശേഷം കടുക് പൊട്ടിക്കാൻ ഇട്ട് കൊടുക്കാം. കുറച്ച് വെളുത്തുള്ളിയും ഒരു സ്പൂൺ ജീരകവും ചതച്ചതാണ് ഇപ്പോൾ ഇട്ട് കൊടുത്തിരിക്കുന്നത്. അതും കൂടി ഒന്ന് വഴറ്റിയെടുക്കണം. വെളുത്തുള്ളിയൊക്കെ നല്ല മുരിഞ്ഞ മണം വരുന്ന സമയത്ത് നമുക്കിനി ചേർത്ത് കൊടുക്കേണ്ടത് ഒരു വലിയ സവാള അരിഞ്ഞതാണ്. അതുകൂടി ഞാനിപ്പോൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കറിവേപ്പില കൂടി ചേർത്തിട്ടുണ്ട്. വീണ്ടും ഇവയെല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അതിനുശേഷം നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഒരു തക്കാളി അരിഞ്ഞതാണ്. അതുകൂടി ഇട്ട് വീണ്ടും ഒന്ന് വഴറ്റിയെടുക്കുക. ഇനി പൊടികളൊക്കെ നമുക്ക് ചേർത്ത് കൊടുക്കാം. മല്ലിപ്പൊടി 1 സ്പൂൺ, മുളക് പൊടി 1 സ്പൂൺ, അര സ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതെല്ലാം വീണ്ടും വഴറ്റിയെടുക്കണം. പൊടികളൊക്കെ നമുക്ക് എണ്ണയിൽ കിടന്ന് തന്നെ ഒന്ന് മൂത്ത് വരണം. അതിനുശേഷം നമുക്കിനി വളരെ കുറച്ച് വെള്ളം മാത്രമേ ചേർക്കാവൂ. വെള്ളം ഒഴിച്ച് കൊടുക്കാം. വെള്ളം ഒഴിച്ച ശേഷം കറി ഒന്ന് ചൂടാക്കാൻ വയ്ക്കാം. നന്നായിട്ടൊന്ന് തിളപ്പിച്ച് നമുക്ക് കറി ഒന്ന് കുറുക്കി ഇതുപോലെ വറ്റിച്ചെടുക്കണം. വെള്ളമെല്ലാം നല്ലതുപോലെ വറ്റിയ ശേഷം മാത്രമേ വെണ്ടയ്ക്ക ഇടാവൂ. ഇപ്പോൾ നമുക്ക് കറക്റ്റായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് വെണ്ടയ്ക്ക ഇട്ട് കൊടുക്കാം. വെണ്ടയ്ക്കയിൽ മസാല നല്ലതുപോലെ പിടിക്കുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കണം. ഇപ്പോൾ കറിയെല്ലാം ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഞാനിപ്പോൾ ടേസ്റ്റിനായിട്ട് ചേർക്കുന്നത് കുറച്ച് തേങ്ങ ചിരവിയതാണ്. അതുകൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ നമുക്ക് കറിക്ക് കുറച്ചുകൂടി ടേസ്റ്റ് അധികമായിട്ടും ഉണ്ടാവും. തേങ്ങ ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ സ്റ്റൗ ഓഫ് ചെയ്യാവുന്നതാണ്. പിന്നെ നമുക്ക് വേവിക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ നമ്മുടെ വെണ്ടയ്ക്ക തൊക്ക് റെഡി ആയിട്ടുണ്ട്. നമുക്ക് ചോറിനോടൊപ്പം കഴിക്കാൻ അടിപൊളിയായിട്ടുള്ളൊരു റെസിപ്പിയാണിത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ കമൻറ്റ്സ് എന്നെ അറിയിക്കുക.